ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ TBF-ൻ്റെ മറ്റൊരു മീറ്റിങ്ങിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺ സി അവറുകൾ, അതുപോലെ തന്നെ ആത്മീയ ഗാനങ്ങൾ പാടി നമ്മെ കേൾപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ, പ്രിയപ്പെട്ടവരെ വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ TBF-ൻ്റെ മീറ്റിങ്ങിനായിട്ട് അവിടുന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയ അവിടുത്തെ വലിയ ദയക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവെ, അല്പനിമിഷം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും അവിടുത്തെ വലിയ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകുവാൻ ഇടയാക്കുമാറാകണമേ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ അവിടുത്തെ ദാസന് കൃപ നൽകണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചന സത്യങ്ങൾ കേൾപ്പിക്കുവാൻ അവിടുത്തെ ദാസന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തിയിരിക്കാൻ സ്തോത്രം. ഇനിയും ആരെങ്കിലും വരാൻ ആഗ്രഹിച്ച് വഴിമധ്യം ഉണ്ടെങ്കിൽ അവരും എത്രയും വേഗം സുരക്ഷിതമായി വന്നു ചേരുവാൻ ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവേ നിൻ്റെ സന്നിധിയായിരുന്നുകൊണ്ട് പാടി ഇതിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം അവിടുന്ന് ഈ മീറ്റിങ്ങിനെ ഭരിച്ച് നിയന്ത്രിച്ച് അനുഗ്രഹിച്ച് നൽകി സഹായിക്കണമേ. മഹത്വം എല്ലാം പങ്കെടുക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ആത്മീയ ഗാനങ്ങൾ നമുക്ക് ആത്മീയ ചൈതന്യവും സന്തോഷവും ഉളവാക്കുന്നതാണ്. ആദ്യമായിട്ട് നമ്മളൊരു ഗാനം കേൾക്കാൻ പോകുന്നത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ഗാനമാണ്. അനേക തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഈ ഭൂമിയിൽ സമ്പാദിക്കാൻ സാധിക്കും. അതിനനേക ഉറവിടങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം ശരിക്കും അറിവിൻ്റെ ഒരു ഉറവിടമാണ്. നമ്മെ യഥാർത്ഥമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വഴി കാണിക്കുവാൻ തക്കവണ്ണം ഉള്ള ഏറ്റവും ഉചിതമായ മാർഗനിർദ്ദേശം ദൈവത്തിൻ്റെ വചനമാണ്. അറിവിൻ്റെ നിറവാണ് വചനം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഇപ്പോൾ നമുക്ക് പാടിക്കേൾക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ നമുക്ക് വേണ്ടിയ ഗാനം ആലപിക്കുന്നതാണ്. നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. അറിവിൻ്റെ നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. സ്നേഹത്തിൻ വചനം, ജീവന്റെ വചനം, സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായ വചനം. സ്നേഹത്തിൻ വചനം, ജീവന്റെ വചനം, സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായ വചനം. അറിവിൻ്റെ നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. സർവവും സൃഷ്ടിച്ച സർവേശ്വരന്റെ സ്നേഹമാണതിൻ സാരം. സർവവും സൃഷ്ടിച്ച സർവേശ്വരന്റെ സ്നേഹമാണതിൻ സാരം. മനുഷ്യരിൽ ദൈവത്തിൻ ദിവ്യ സ്വഭാവങ്ങൾ പകരുന്നതാണതിൻ സന്ദേശം. മനുഷ്യനിൽ ദൈവത്തിൻ ദിവ്യ സ്വഭാവങ്ങൾ പകരുന്നതാണതിൻ സന്ദേശം.
അറിവിൻ്റെ നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. ദൈവപിതാവിൻ്റെ മക്കളായി നമ്മെ ചേർക്കുന്നതാണതിൻ വാഗ്ദാനം. ദൈവപിതാവിൻ്റെ മക്കളായി നമ്മെ ചേർക്കുന്നതാണതിൻ വാഗ്ദാനം. അതിനായി തന്നോടെ തിരുസുതനെ ബലി നൽകിയതാണതിൻ സന്ദേശം. അതിനായി തന്നോടെ തിരുസുതനെ ബലി നൽകിയതാണതിൻ സന്ദേശം. അറിവിൻ്റെ നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. അറിവിൻ്റെ നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. സ്നേഹത്തിൻ വചനം, ജീവന്റെ വചനം, സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായ വചനം. സ്നേഹത്തിൻ വചനം, ജീവന്റെ വചനം, സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായ വചനം. അറിവിൻ്റെ നിറവാണ് വചനം, അളവുകളില്ലാത്ത സ്നേഹസാഗരം. ആരാധന, ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ. ആരാധന, ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ. സ്തുതി നിനക്ക് ആരാധന, ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ. ഉന്നതനെ ഉയർത്തുന്നു നിന്നെ ഞാൻ, ഉല്ലാസഗാനങ്ങളാലപിക്കും. ഉന്നതനെ ഉയർത്തുന്നു നിന്നെ ഞാൻ, ഉല്ലാസഗാനങ്ങളാലപിക്കും. ഉലകിൻ നായക നീയല്ലാതില്ല, ഉലകിൻ ഉപേക്ഷിക്കത്തവനായി എന്നെയും നാഥ. ആരാധന, ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ.
നമിക്കുന്നു നിന്നെ ഞാനിന്നു നാഥ നിന്തിരു സമീപത്തിൽ എത്തിടുന്നു. നമിക്കുന്നു നിന്നെ ഞാനിന്നു നാഥ നിന്തിരു സമീപത്തിൽ എത്തിടുന്നു. നിന്നിഷ്ടം ചെയ്യുവാൻ ഞാനിന്നു നാഥ നിന്നിഷ്ടം ചെയ്യുവാൻ താനിന്നു നാഥ എന്നെ സമർപ്പിക്കുന്നു എൻ പ്രിയനാഥ. ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ. ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ. ആദരവോടിത താണു വണങ്ങുന്നേൻ ആദരവോടിത താണു വണങ്ങുന്നേൻ. ആരിലും ഉന്നതനേ സ്തുതി നിനക്ക്. ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാളനിൻ തിരുസവിധേ. അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ഗാനങ്ങൾ നമുക്ക് പാടിക്കേൾക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്താനിടയായല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ദൈവവചനം കേൾവിക്കുള്ള സമയമാണ്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോൺ സി അവറുകൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം പങ്കിട്ട് തരുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രിയ സഹോദരനെ സ്നേഹത്തോടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ TBOF-ൻ്റെ ഈ ടവർശാലയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് ലഭിച്ച ഈ സവിശേഷ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചന സംബന്ധിയായും അതുപോലെ ദൈവത്തെ ആരാധിക്കേണ്ട വിധത്തെക്കുറിച്ച് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്ന ആത്മീയ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ സഹോദരൻ ദൈവം സഹായിച്ചു. ദൈവം ഇനിയും ധാരാളമായിട്ട് ആ വിഷയത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൂരത്തുനിന്ന് ചാരത്തുമായി വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് ഒരവസരം ലഭിച്ചപ്പോൾ ഏത് വിഷയമാണ് ഞാനിവിടെ സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എങ്കിലും കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രയോജനകരമായി കർത്താവിനെ സേവിപ്പാൻ അത് കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി ആശിക്കുന്നു. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഒരു വേദഭാഗം അതിന് അടിസ്ഥാനമായി വായിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 36, 37, 38 വാക്യങ്ങൾ. മത്തായി 9-ാം അധ്യായം 36, 37, 38 വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. മതി. വളരെ പ്രശ്നകലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമഗ്രമായ വികസനം കൈവരിച്ച മനുഷ്യൻ നേട്ടങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും മനുഷ്യജീവിതം ഇന്ന് ഇളകിമറിയുന്ന കടൽത്തിരയ്ക്ക് സമമായി മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ ഇന്ന് നേട്ടങ്ങളുടെ നെറുകയിലുമാണ് എന്നാണ്. ബാബേൽ ഗോപുര പണിയെ സംബന്ധിച്ച് മനുഷ്യനത് പണിയുമ്പോൾ ദൈവം
ആ ജനത്തെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവൻ അസാധ്യമാകുന്നില്ല. ഈ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തോട് ഒക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മനുഷ്യൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതൊന്നും അസാധ്യമാകാതെ സകലതും സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പൊതുവിദ്യാഭ്യാസ രംഗത്തിലും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ രംഗങ്ങളിലും വിവര സാങ്കേതിക വിദ്യയിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തന്നെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നിലവാര തകർച്ചയും പ്രകടമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം വളരെ വിഷമജനകമാണ് എന്ന് ഞാനത് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, കുടുംബജീവിതങ്ങളിൽ കുടുംബ തകർച്ചകൾ എന്ന് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു മാധ്യമ വാർത്ത ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയട്ടെ. കേരളത്തിൽ 1,10,000 വിവാഹങ്ങൾ ഒരു വർഷം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിന് സമാനമായി അതിനു മുമ്പ് നടന്നതോ ആ വർഷങ്ങളിലോ നടന്നതോ വിവാഹങ്ങൾ ഉൾപ്പെടെ ഏകദേശം 10,000-ഓളം വിവാഹമോചനങ്ങളും നടന്നു വരുന്നു എന്നത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ തന്നെ കോടതികളിലോ കേസിനോ പോകാതെ വണ്ണം പരസ്പരം പിരിഞ്ഞു താമസിക്കുന്നവരുടെ എണ്ണം അതിലും അധികമാണ് എന്നാ. നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ, കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവസ്ഥ മറ്റൊന്നുമല്ല, മറിച്ചൊന്നും സംഭവിക്കുന്നില്ല. ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ടുന്ന ഈ തലമുറ അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ട കയറുപൊട്ടിയ പട്ടം പോലെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരം സമാധാനം തകർന്ന കുടുംബങ്ങൾ, കരച്ചിലോടും കണ്ണുനീരോടും കൂടെ രാപ്പുകൾ കഴിച്ചുകൂട്ടുന്ന മാതാപിതാക്കൾ, ഇവരുടെ ഇടയിൽ കുറ്റവാളികളുടെ എണ്ണം ഈ നാളുകൾ വർദ്ധിച്ചു വരുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള ലഹരിക്കും അവരുടെ സുഖലോലുപ ജീവിതത്തിനും പണം കണ്ടെത്തുവാൻ കഴിയാതെ വരുമ്പോൾ ഏത് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും അത് പിന്നത്തേതിൽ അവർ സമൂഹത്തിൽ അവരെ കുറ്റവാളികളായി, മദ്യപാന്മാരായി, ലഹരിയുടെ അടിമകളാക്കി അവരെ മാറ്റുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. ഈ വായിച്ച വേദഭാഗം ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തെ നേരിൽ കണ്ടുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഈ വാക്കുകൾ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഇതൊരു സുവിശേഷ വേലയ്ക്കുള്ള ഒരു ആഹ്വാനം, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്കായി ശിഷ്യന്മാരെ താൻ അയക്കുന്നതിന് മുമ്പായി അവരോട് പറയുന്ന ചില വാക്കുകളാണ്. എങ്കിലും നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, കർത്താവിനെ സ്വീകരിച്ചവരാണ്, സുവിശേഷം അംഗീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഒരു സുവിശേഷ രണാങ്കണത്തിൽ പോരാട്ടം നയിക്കുന്നവർക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല, പിന്നെയോ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഈ സമൂഹത്തിൽ വിളക്കുകളാകേണ്ടുന്ന, ഉപ്പാകേണ്ടുന്ന, സാക്ഷികളാകേണ്ടുന്ന നാം ഓരോരുത്തരും നമ്മൾ ശിരസ വഹിക്കേണ്ട ഒരു ദൗത്യം തന്നെയാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രേരണ അനുസരിച്ചാണ് ഈ വേദഭാഗം തിരഞ്ഞെടുക്കുകയും നിങ്ങളോട് ഞാൻ അതിൽ നിന്ന് ചില ആത്മീക സത്യങ്ങൾ നമ്മളെ സുവിശേഷീയവൽക്കരണത്തിന്, സുവിശേഷ വേലയ്ക്ക് കൂടുതൽ ഉത്സാഹമുള്ളവരാക്കുവാൻ, ഈ കാലഘട്ടത്തിൻ്റെ അപജയം തിരിച്ചറിഞ്ഞ് കൂടുതൽ ഉത്സുകരായി തീരുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ ആശിക്കുകയാണ്. വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ 36-ാമത്തെ വാക്യത്തിൽ അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് ഇതാണ്. ഈ വേദഭാഗം സമാനമായ ഈ സംഭവം മറ്റു വേദഭാഗങ്ങളിൽ നമുക്ക്, മറ്റു സുവിശേഷങ്ങളിലും ഇതര സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 12 ശിഷ്യന്മാരോടൊന്ന് മാത്രമല്ല, വേറെ 70 പേര് കർത്താവ് അയക്കുമ്പോഴും ഇതിന് സമാനമായ കാര്യങ്ങൾ അവരോട് ആജ്ഞാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷീകരണത്തിന് നാം കൊടുക്കേണ്ട പ്രാധാന്യത വിളിച്ചോതുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഇവിടെ വായിക്കുന്നത്, ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഒരു വാക്കുകളായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
അവരുമായിട്ട് സംസർഗം പുലർത്തുകയും അനേകർക്ക് സൗഖ്യം നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ഈ ഒരു സന്ദർഭത്തിലേക്ക് താൻ വരുമ്പോൾ അവിടെ വായിക്കുന്നത് ജനങ്ങളുടെ ശരിയായ അവസ്ഥ ഈ കർത്താവ് മനസ്സിലാക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്കായി അവരെ ജനങ്ങളുടെ ഇടയിൽ അയക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് തൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ പ്രസ്താവനയിൽ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തത്, അവൻ കൊയ്ത്തിനായിട്ട് കൊയ്ത്ത് വളരെയുണ്ട് എന്നാണ്. കൊയ്ത്തെന്നിവിടെ ഉദ്ദേശിക്കുന്നത് താൻ കണ്ട പുരുഷാരത്തെ തന്നെയാണ്. എന്ന് വെച്ചാൽ കൊയ്ത്തിന് പാകമായ ഒരു ജനസമൂഹത്തെയാണ് കർത്താവ് തൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജനത്തിൻ്റെ അവസ്ഥ. ജനം ഇപ്പോൾ കൊയ്ത്തിന് പാകമായി നിൽക്കുന്നവരാണ്. ഇനി രണ്ടാമത്തെ കാര്യം അവിടെ വായിക്കുന്നത്, നിങ്ങൾ കൊയ്ത്തിൻ്റെ വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത് ജനത്തിൻ്റെ അവസ്ഥയാണ്, അവർ കൊയ്ത്തിന് പാകമായി നിൽക്കുന്നവരാ. 2 വായിക്കുന്നത് വേലക്കാരോ ചുരുക്കം എന്നാണ്. എന്ന് വെച്ചാൽ വേലക്കാരുടെ അഭാവം അല്ലെങ്കിൽ വേലക്കാരുടെ കുറവ്. 1 ജനത്തിൻ്റെ അവസ്ഥ, 2 വേലക്കാരുടെ അഭാവം. മൂന്നാമത്തെ കാര്യം 38-ാമത്തെ വാക്യത്തിൽ വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആവശ്യകത, യാചനയുടെ ആവശ്യകത. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു ഈ ജനത്തെ നോക്കി തനിക്ക് മനസ്സലിയുവാൻ സാധിച്ചുവെങ്കിൽ, വേലക്കാരുടെ അഭാവം തനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ, പ്രാർത്ഥനയുടെ അപര്യാപ്തത അല്ലെങ്കിൽ ആവശ്യകത തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ, ഇന്ന് ആശ്ചര്യമായി കർത്താവ് നമ്മുടെ മധ്യത്തിലില്ല. താൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുകയാണ്. എന്നാൽ ഭൂമിയിൽ ആക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിൻ്റെ ശിഷ്യന്മാരാ. ഈ കർത്താവിനെ ഭൂമിയിൽ താൻ ആയിരുന്നപ്പോൾ തനിക്കുണ്ടായ ഈ മനസ്സലിവ്, ഈ കമ്പാഷനറ്റ് ഹാർട്ട് നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ്. ഇവിടെ കൊയ്ത്ത് വളരെയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ധാന്യം നട്ടുകഴിഞ്ഞാൽ ചില മാസങ്ങൾ കഴിഞ്ഞാണ് അത് കൊയ്യുവാൻ പാകമാകുന്നത്. ആ കൊയ്യുവാൻ പാകമാകുന്ന സമയത്ത് തന്നെ അത് കൊയ്തില്ല എങ്കിൽ, കൊയ്ത്ത് പാകമാകുന്നതിന് മുമ്പും കൊയ്യാൻ പാടില്ല, ഇനി വിളഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷവും നമുക്ക് കൊയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് നഷ്ടമായി പോകും. ഏതൊരു കൊയ്ത്തിനും ഒരു കൃത്യമായ കാലഘട്ടം അല്ലെങ്കിൽ കൃത്യമായ സമയമുണ്ട് എന്നതാണ്. ആ ഒരു കൃത്യമായ സമയത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കർത്താവ് പറയുന്നത് കൊയ്ത്ത് വളരെയുണ്ട്, അവർ പാകമായി നിൽക്കുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നാം, ഞാൻ എൻ്റെ മുഖവരയിൽ ഓർപ്പിച്ചതുപോലെ, എല്ലാ മേഖലകളിലും അപജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബ മേഖലയിലാകട്ടെ, സഭാ ജീവിതങ്ങളിലാകട്ടെ, സഭകളിലാകട്ടെ, ഒരു നിലവാര തകർച്ച പ്രകടമായിരിക്കുന്ന ഈ കാലഘട്ടം ഇത് കൊയ്ത്തിന് പാകമായ കാലഘട്ടം തന്നെയാണ് എന്നാണ്. നാം ഓരോരുത്തരും മനസ്സലിവുള്ളവരായി വേലക്കാരുടെ അഭാവം മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ ആവശ്യകത മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് ഈ വാക്യം. അത് തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാരെ എവിടെയൊക്കെയാണ് അവർ പോകേണ്ടത്? 10-ാമത്തെ വാക്യത്തിൽ, 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, എന്നിട്ട് അവർക്ക് അധികാരം കൊടുക്കുകയാണ്. ഈ 2 അല്ലെങ്കിൽ 10-ാം അധ്യായം 1-ാമത്തെ വാക്യവും അതിന് മുമ്പുള്ള വാക്യങ്ങളും ഒരിക്കലും തുടർച്ചയായ സമയങ്ങൾ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളല്ല. ഈ കർത്താവ് ഈ വിഷയങ്ങൾ അവരെ ഉദ്ബോധിപ്പിച്ച ശേഷം അവരെന്ത് ചെയ്യുകയാണ്? അവരെ ചില നാളുകൾ കഴിഞ്ഞ് തന്നെ ആക്കണം അവരെ ഈ വേലയ്ക്കായിട്ട് അയക്കുന്നത്. അപ്പോൾ വേലയ്ക്ക് അയക്കുന്നതിന് മുമ്പ് ഈ കർത്താവ് അവർക്ക് ഈ ഭാരം അവരുടെ ഹൃദയത്തിൽ നൽകുകയാണ്. എന്താണ് ജനത്തിൻ്റെ അവസ്ഥ? എന്താണ് വേലക്കാരുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് ദൈവജനത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന അലംഭാവം? ഈ ഒരു ഭാരം ദൈവം ഈ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. എങ്കിൽ മാത്രമേ ഏതൊരു ദൗത്യവും വിജയകരമായി തീരുകയുള്ളൂ. കേവലം എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ ഇറങ്ങി പോകുക എന്നതല്ല കർത്താവ് പറയുന്നത്. പിന്നെയോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭാരം അവരുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വചന ശുശ്രൂഷ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനത്തെക്കുറിച്ചുള്ള ഭാരം, ഈ നമ്മുടെ സമൂഹത്തിൻ്റെ അപജയത്തെക്കുറിച്ചുള്ള വിചാരം നമുക്ക് ഉണ്ടാകുവാനിടയാകട്ടെ. ഇത് രാത്രി നാം ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ
എൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച്, നശിച്ചു പോകുന്ന ഒരു ജനതയെക്കുറിച്ചുള്ള ഭാരം ഞാൻ നൽകപ്പെട്ടവനായിട്ട് കടന്നു പോകാനായിട്ട് ഇടയാകട്ടെ. കർത്താവിൻ്റെ ആ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. എന്താണ്? അയക്കുന്നതിന് മുമ്പ് അവർക്ക് ആ ഭാരം തൻ്റെ ആ ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിൽ നൽകുകയാണെന്ന്. വസ്തുതകളെ അവൻ ബോധ്യപ്പെടുത്തുകയാണ്. നാം ഒരിക്കലും വസ്തുതകളെ കണ്ണടച്ച് കളയുവാനായിട്ട് പാടില്ല. നാം കണ്ണു തുറന്ന് നോക്കുക. ഒരിടത്ത് കർത്താവ് പറയുന്നു, നോക്കുവിൻ, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുവിൻ, തലപൊക്കി നോക്കുവിൻ എന്നാണ് ഒരു സ്ഥലത്ത് ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ തലപൊക്കി നോക്കണം. കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവരെ ഭാരമുള്ളവരാക്കി മാറ്റുകയാണ്. നാം എല്ലാവരും സുവിശേഷ രണാങ്കണത്ത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ കഴിയുന്നവ നാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം. പക്ഷേ നമ്മുടെ മറ്റൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചിലരെ ഭാരമുള്ളവരാക്കി, ഈ വേലയ്ക്കായി ഭാരമുള്ളവരാക്കി ചിലരെ ആക്കി തീർക്കുക അല്ലെങ്കിൽ ശിഷ്യരാക്കുക എന്നതും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശം തന്നെയാണ് എന്നാണ്. ഇനി കർത്താവ് ആരുടെയൊക്കെ അടുക്കൽ പോകണം എന്നാണ് പറയുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുകയും രോഗികളുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണം എന്നാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ അനേക രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് നമ്മൾ വായിക്കും. രോഗികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരികയും പല രോഗികളുടെ അടുക്കൽ താൻ പോയതായിട്ടും നമ്മൾ വായിക്കുകയാണ്. രോഗികളുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുവിൻ അല്ലേ? രോഗികൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ച് കൊടുക്കുന്നവരാണ്, നമ്മൾ ശുശ്രൂഷിക്കും. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ച നിങ്ങൾക്ക് അധികാരം ലഭിച്ച നിങ്ങൾ അവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുവിൻ എന്നാണ്. ഇനി 2-ാമത്തെ കൂട്ടരാരാണ്? 8-ാമത്തെ വാക്യത്തിൽ തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നല്ല പറയുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുവാനോ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുവാനോ അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടില്ല. എങ്കിലും സുവിശേഷ വേലോടൊരു ബന്ധത്തിൽ ഞാൻ അവ ഓർപ്പിച്ചു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, നിങ്ങൾ മരിച്ചവരുടെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുവിൻ അല്ലേ? അപ്പോൾ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുവിൻ. അടുത്ത് 3-ാമതായി വായിക്കുന്നത് കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. എന്താണ് കുഷ്ഠരോഗികൾ? കുഷ്ഠരോഗികളുടെ പ്രത്യേകത എന്താണ്? സമൂഹത്തിൽ പോലും വെറുക്കപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ. സമൂഹത്തിൽ യാതൊരു കൂടിവരവുകളിലും അടുപ്പിക്കാത്തവരാണ് ഇവർ. ആരും അവരുടെ അടുക്കലും പോവുകയില്ല, അവരും ഇവരുടെ അടുക്കലേക്കും വരാതെ വണ്ണം ഒരു തീണ്ടാപ്പാടകലെ മാത്രം കഴിയുന്ന, അശുദ്ധരെന്ന് പറഞ്ഞ് കഴിയുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടമായി മാത്രം കഴിയുന്ന ഒരു ഗ്രൂപ്പുകാരാണ് ഈ കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ അവരുടെ അടുക്കലേക്കും പോകുവിൻ എന്നാണ്. 4-ാമത്തെ കൂട്ടര് ഭൂതങ്ങളെ പുറത്താക്കുവിൻ അല്ലെ? ഭൂതങ്ങളെ പുറത്താക്കണം. ഈ ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അനേകർ ഭൂതബാധിതരായിരുന്നു, പിശാചിനാൽ പിടിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികാരം കൊടുത്ത് അയക്കുകയാണ്, നിങ്ങൾ അവരുടെ അടുക്കൽ നിങ്ങൾ കടന്നു പോകുവിൻ. അപ്പോൾ സമൂഹത്തിലെ നാനാ തുറകളിൽ ജീവിക്കുന്ന 8-ാമത്തെ വാക്യം 10:8 സമൂഹത്തിന്റെ നാനാ തുറകളിൽ ജീവിച്ച് നാനാവിധമായ വ്യാധികളാൽ വ്യാകുലപ്പെടുന്ന, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ബെഥസ്ത കുളക്കരയിൽ നാനാവ്യാധിക്കാരുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നാനാവ്യാധികളാൽ ഭാരപ്പെടുന്ന അവരുടെ ആ വ്യത്യസ്ത ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അടുക്കിലേക്ക് നമ്മൾ കടന്നു പോകണം. സുവിശേഷ വേലക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സുവിശേഷീകരണത്തെ സംബന്ധിച്ച് ഒരു ഇടുങ്ങിയ ചിന്താഗതി, സങ്കുചിത ചിന്താഗതി ഒരിക്കലും പാടില്ല അല്ലേ? ഞാൻ ഇന്നവരുടെ അടുക്കലേ ഞാൻ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് മാത്രമേ ഞാൻ പോവുകയുള്ളൂ, ഇന്ന ആളുകളെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ എന്ന് ഒരിക്കലും ശിഷ്യന്മാർക്ക് ശഠിക്കുവാൻ കഴിയുകയില്ല. എല്ലാവരുടെ അടുക്കൽ പോകുവാനായിട്ടാണ് കർത്താവ് അവരോട് പറയുന്നത്. ഇനി അവരെ അയക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുക്കലേക്ക് പോകണമെന്ന് പറയുന്നത്? അതിൻ്റെ 10-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നു, ശിഷ്യന്മാരെ അയച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുക്കലേക്ക് തന്നെ പോകണം? ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് ഉത്തരമായി എനിക്ക് പറയാനായിട്ടുള്ളത്, ഇവർക്കൊന്നും നമ്മുടെ അടുക്കൽ വരാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ്. രോഗികൾക്ക് എങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരാൻ കഴിയുക? മരിച്ചു കിടക്കുന്നവരെങ്ങനെയാണ് നമ്മുടെ അടുക്കലേക്ക് വരാൻ സാധിക്കുക? കുഷ്ഠരോഗികൾ സമൂഹത്തിൽ പോലും ഇറങ്ങി നടക്കാൻ അവർ സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. അവർക്കെങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരാൻ സാധിക്കുന്നത്? ഭൂതം പിടിച്ചു കിടക്കുന്നവർ, കർത്താവായ യേശുക്രിസ്തു ഗദരദേശത്ത് ചെന്നപ്പോൾ ലഗ്യോൻ ബാധിച്ചൊരു മനുഷ്യൻ കല്ലറകളിൽ പാർക്കുന്നവനായിരുന്നു. അവനെ ചങ്ങലയിട്ടിരുന്നു. അവൻ ആളുകളെ ഉപദ്രവിക്കുന്നവനല്ല, അതുകൊണ്ട് അവനെ ചങ്ങലയിലിട്ട് പാർപ്പിച്ചിരുന്നു എന്നാണ്. അവരുടെ അടുക്കലേക്ക് കർത്താവ് ചെന്നു എന്നാണ്.
അപ്പോൾ ഇവർക്കൊന്നും നമ്മുടെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. നമ്മുടെ വീട് തേടിയോ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് തേടിയോ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചോ നമ്മുടെ അടുക്കൽ വന്ന് സൗഖ്യം വാങ്ങി പോകാനായിട്ട് അവർക്ക് കഴിയുകയില്ല. കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. 12 ശിഷ്യന്മാരെ ഞാൻ യെരൂശലേമിലാക്കി വെച്ചിട്ടുണ്ട്. നാനാ ജാതിക്കാരെ അല്ലെങ്കിൽ നാനാ ഭാഗത്ത് താമസിക്കുന്നവരെല്ലാവരും ഇവരെ വന്ന് കാണുവിൻ, ഇവരുടെ അടുക്കൽ ചെല്ലുവിൻ, സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുവിൻ. ഒന്നും കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ അവരുടെ അടുക്കിലേക്ക് പോകുവിൻ, അല്ലെ? ഇനി പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇവർ നടന്നു തന്നെയാണ് പോകേണ്ടത്. ഇവർക്കൊന്നും ഇവരുടെ ആവശ്യത്തിലൊന്നും എടുക്കാൻ പാടില്ല. അത്യാവശ്യമായത് മാത്രം എടുത്ത് കരുതി പോകുക. അങ്ങനെയുള്ള ദൗത്യവുമായി ഇതാ കർത്താവ് ശിഷ്യന്മാരെ അയക്കുകയാണ്. ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കൂ, കർത്താവ് തന്നെ പല പ്രാവശ്യം ഭവനം വിട്ടവനാ. 2 അർത്ഥത്തിൽ കർത്താവ് തന്നെ ഭവനം വിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒന്ന്, അവൻ സ്വർഗഭവനം വിട്ടാണ് ഒരിക്കലും ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. 2, അവൻ്റെ കഫർനഹൂം അല്ലെങ്കിൽ നസ്രയത്തിലെ വീട് വിട്ടാണ് ഈ ഗലീലയിലേക്ക് കർത്താവ് വരുവാനായിട്ടിടയായി. കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ രാവിലെ പള്ളിയിൽ ഉപദേശിച്ചും രാത്രിയിൽ ആ ദേവാലയത്തിന്റെ എതിർവശമുള്ള ഒലിവുമലയിൽ രാപാർത്തിരുന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ജീവിത രീതി അതാണ്. തൻ്റെ വീട് വിട്ട് താൻ ഇറങ്ങി, താൻ സ്വർഗഭവനം, തൻ്റെ പിതാവിൻ്റെ ഭവനം വിട്ട് താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 2, തൻ്റെ നസ്രയത്തിലെ വീട് വിട്ട് താനിതാ ഗലീലയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ വചനം അറിയിക്കുകയാണ്. ഒരിക്കലും ആരും കർത്താവിനെ തേടി യോസേഫിൻ്റെ ഭവനത്തിലോ ഒന്നും പോകേണ്ടതായിട്ട് വന്നില്ല. അനേകർ കർത്താവിനെ തേടി വന്നു, ശരിയാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണം? അവൻ എല്ലാവരുടെ അടുക്കിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ടിടയായി. എന്താണ് ഈ സത്യം നമ്മൾ ഓർപ്പിക്കുന്നത്? നാമും നമ്മുടെ ഭവനം വിട്ട് ഇറങ്ങണം എന്നാണ്, അല്ലേ? സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് ഈ ഭൂമിയിലേക്ക്, താണഭൂമിയിലേക്ക് നമ്മുടെ കർത്താവിന് ഇറങ്ങി വരാൻ സാധിച്ചുവെങ്കിൽ, നമ്മളോട് മനസ്സലിഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി വരാൻ സാധിച്ചുവെങ്കിൽ, ആ കർത്താവിന് വേണ്ടി നമ്മുടെ ഭവനത്തെ വെടിഞ്ഞ്, അല്ലെ, ഭവനം വിട്ട് ഈ ഭവനം നമ്മൾ കാണിക്കുന്നത് എന്തിനെയാണ്? ഭവനം കാണിക്കുന്നത് പലപ്പോഴും അത് നമ്മുടെ വിശ്രമത്തെയും സുഖലോലുപതയും സന്തോഷത്തെയൊക്കെയാണ് അത് കാണിക്കുന്നത്. ഇവയെല്ലാം ബലി കഴിച്ചുകൊണ്ട് ഈ രോഗികളായിരിക്കുന്നവരുടെ, കുഷ്ഠരോഗികളുടെ, ഭൂതങ്ങൾ ബാധിച്ച മരിച്ചവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നാം തയ്യാറുള്ളവരായി തീരണം എന്നാണ്. അപ്പോൾ ഇതാണ് അവിടെ കർത്താവ് ആരുടെ അടുക്കിലേക്കാണ് അവരെ അയച്ചത്. അവർക്ക് ഇങ്ങോട്ട് വരാൻ ഒരിക്കലും സാധിക്കുകയില്ല. അവരുടെ അവസ്ഥ മനസ്സിലാക്കി നാം അങ്ങോട്ട് തന്നെ പോകുന്നവരാകണം എന്നാണ്. അടുത്തത്, എവിടെയൊക്കെയാണ് പോകേണ്ടത്? സുവിശേഷമായി എവിടെയൊക്കെ ചെല്ലണം, ആരുടെയൊക്കെ അടുക്കൽ ചെല്ലണമെന്ന് നമ്മൾ കണ്ടു. ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ചെല്ലേണ്ടത്? അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, ഏതു പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാര് എന്ന് അന്വേഷിക്കുവിൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർക്കുവിൻ എന്നാണ്, അല്ലെ? പട്ടണങ്ങളിലും ചെല്ലണം, ഗ്രാമങ്ങളിലും ചെല്ലണം. പട്ടണത്തിന് ചിലർ, ഗ്രാമത്തിന് ചിലർ എന്നൊരു വ്യത്യാസം കർത്താവ് വെച്ചില്ല. അല്ലെങ്കിൽ 12 പേരുണ്ട്, അതിൽ 1-ാമൻ പത്രോസ് പട്ടണത്തിൽ പോട്ടെ, 9-ാമൻ യാക്കോബ് ഗ്രാമത്തിൽ പോട്ടെ എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. അതിൻ്റെ 10:2 വായിക്കുന്നു, 12 അപ്പോസ്തലന്മാരുടെ പേരാവിത് 1-ാമൻ പത്രോസ് എന്നു പേരുള്ള ശീമോൻ എന്നാണ്. ഒരുപക്ഷെ ശിഷ്യഗണത്തിൽ അവൻ 1-ാമനാകാം, കാര്യപ്രാപ്തിയുള്ള മനുഷ്യനാകാം ഈ പത്രോസിനെ പോലെ മറ്റ് അനേകർ. കർത്താവിൻ്റെ ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ എപ്പോഴും അവൻ്റെ എല്ലാ സാഹചര്യത്തിലും കൂടെ നിന്ന 3 പേരുണ്ട്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവർക്ക് പ്രത്യേക പരിഗണന കർത്താവ് കൊടുത്തില്ല. നിങ്ങൾ പട്ടണങ്ങളിൽ പോകുവിൻ, അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സാഹചര്യം ലഭിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ ഗ്രാമങ്ങളിലേക്ക് പോകട്ടെ, ഉൾപ്രദേശങ്ങളിൽ പോകട്ടെ, ചിലർ കുഷ്ഠരോഗികളുടെ അടുക്കൽ പോകട്ടെ, ചിലർ രോഗികളുടെ അടുക്കൽ പോകട്ടെ, ചിലർ മരിച്ചവരുടെ അടുക്കൽ പോകട്ടെ. അന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും എല്ലായിടത്തും പോകുവിൻ എന്നാണ്. പട്ടണത്തിലുള്ളവർ ഗ്രാമങ്ങളിലും, ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിലും ദൈവത്തിൻ്റെ വചനവുമായി ചെല്ലുവിൻ. അവിടെ ചെന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ സുവിശേഷിക്കുന്നു. കാരണം പട്ടണത്തിലും രോഗികളുണ്ട്, ഗ്രാമത്തിലും രോഗികളുണ്ട്. ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും എല്ലായിടത്തും തിങ്ങി പാർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെഗ്രിഗേഷൻ, ഒരു സെഗ്മെൻ്റ് ഒന്നുമല്ല കർത്താവ് നൽകിയത്. എല്ലായിടത്തു നിന്നും എല്ലാവരും എല്ലായിടത്തും സഞ്ചരിച്ച സുവിശേഷം അറിയിക്കണം. കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ തൻ്റെ അന്ത്യകൽപ്പന പറയുമ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകുവിൻ, എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ, അതിരുകളെ
അതിരുകളെ വിഭാഗിച്ചുകൊണ്ട് അതിരുകൾ താണ്ടി പോകുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിലും തോമസ് ലീഹ വന്നത്. എന്തുകൊണ്ടാണ്? ഈ 10-ാമത്തെ അധ്യായത്തിൽ അവരെ യഹൂദന്മാരുടെ ഇടയിൽ മാത്രമാണ് അയച്ചു എങ്കിലും നാം പൊതുവിൽ ചിന്തിക്കുമ്പോൾ തോമസിനും ഈ കേരളത്തിൽ വരുവാൻ ഇടയായി തീർന്നത് നിങ്ങൾ സകല സൃഷ്ടിയോടും ഭൂലോകത്തിന് അറ്റത്തോളം പോകുവിനെന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നാണ്. ഒരുപക്ഷെ ഈ തോമസിനോ മറ്റു ശിഷ്യന്മാർക്കോ ഒക്കെ അവരുടേതായ സ്ഥലങ്ങളിൽ കഴിഞ്ഞുകൂടാമായിരുന്നു. അവിടെ ദൈവവചനം അറിയിച്ച് അവിടെ സന്തോഷിച്ച് കഴിയാമായിരുന്നു. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരിവിടെയൊക്കെ വരുന്നതും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മിഷണറിമാർ കേരളത്തിലേക്ക് വന്നതും കേരളത്തിൽ നിന്ന് അനേകർ വടക്കേന്ത്യയിലേക്ക് പോകുന്നതും പട്ടണത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്കും ആളുകൾ അല്ലെങ്കിൽ സുവിശേഷ വേലക്കാർ തലങ്കം വിലങ്കം സഞ്ചരിക്കുന്നതിന് കാരണം കർത്താവിൻ്റെ ആജ്ഞ അവർ ശിരസാൽ വഹിച്ചത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ദൈവവേലയ്ക്ക് സ്ഥലകാല പരിമിതികളില്ല. ആർക്കും എവിടെയും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം. എവിടെയെല്ലാം രോഗികളുണ്ടോ, എവിടെയെല്ലാം ഭൂതം ബാധിച്ചവരുണ്ടോ, എവിടെയെല്ലാം നാനാവ്യാധിക്കാരുണ്ടോ, അവിടെ എല്ലാം ചെന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. സകല സൃഷ്ടിയോടും മനുഷ്യവാസമുള്ളിടത്തെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ്. അത് നമുക്ക് യാതൊരു വേർതിരിവുകളുമില്ല. എല്ലാവരും എല്ലായിടത്തും സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ്. ഇനി ഈ സുവിശേഷ വേലയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ സുവിശേഷീകരണത്തിൻ്റെ മറ്റൊരു കാര്യം, കർത്താവ് പറഞ്ഞു നിങ്ങൾ പോകുവിനെന്നാണ്, അല്ലെങ്കിൽ അവരെ അയച്ചു. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് പ്രത്യേക ക്ഷണമൊന്നുമില്ല. ഈ രോഗികളായവരോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ന് കാണുകയോ നമ്മളെ ക്ഷണിക്കുകയല്ല അവർ ചെയ്യുന്നത്. നിങ്ങൾ പോകുവീൻ എന്നാ അല്ലേ? പോയി ഇവരെ കണ്ടെത്തുക, രോഗികളായവരെ കണ്ടെത്തുക, പാപത്തിൽ കഴിയുന്ന, കുടുംബ തകർച്ചകളിൽ കഴിയുന്ന, സാമ്പത്തികമായ തകർച്ചകളിൽ കഴിയുന്ന, ആത്മഹത്യയുടെ വക്കിലെത്തുന്ന നിൽക്കുന്ന, ലഹരിയുടെയും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അടിമകളായി കഴിയുന്ന അവരെ നിങ്ങൾ കണ്ടെത്തുക. അവർ ഒരിക്കൽ നിങ്ങളെ ക്ഷണിക്കുകയില്ല. നിങ്ങൾ അവരുടെ അടുക്കിലേക്ക് ചെല്ലുക, ക്ഷണം കൂടാതെ അവരുടെ അടുക്കൽ ചെന്ന് അവരുടെ സമീപസ്ഥരായി തീരുക എന്നതും ഈ സുവിശേഷ വേലയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇത് സ്വമേധയായി ചെയ്യേണ്ടതാണ്. അടിക്കടി അവരുടെ അടുക്കൽ ചെന്ന് അവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരെ ശിഷ്യരാക്കാനുള്ള ചുമതലയാണ് ദൈവം നമുക്കാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? സുവിശേഷ വേലയെ സംബന്ധിച്ച് എന്നെ ക്ഷണിച്ചില്ലെന്നോ അല്ലെങ്കിൽ എന്നെ വിളിച്ചില്ലെന്നോ എനിക്ക് അവസരം ലഭിച്ചില്ല എന്നും ആർക്കും പരാതി പറയാൻ കഴിയുകയില്ല. കർത്താവ് നോക്കൂ, ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ പോകുമില്ലെന്നാണ് പറഞ്ഞത്. അയ്യോ എന്നെ അവിടെ അയച്ചില്ലല്ലോ ഇവിടെ അയച്ചില്ലല്ലോ ഒന്നും ഒരു പരാതിയും പറയാൻ ശിഷ്യന്മാർക്കില്ല. കാരണം എല്ലായിടത്തും പോകാൻ, ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി എല്ലായിടത്തും പോയി വചനം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഈ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകി എന്നാണ്. ഇനി ശിഷ്യന്മാരെ അടുത്ത 13-ാമത്തെ വാക്യത്തിൽ ഈ ശിഷ്യന്മാർക്ക് ഒരു ചെറിയ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. അവരൊരു കാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ 11-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാര് എന്ന് അന്വേഷിക്കുവിൻ, പുറപ്പെടുവോളം അവിടെ തന്നെ പാർക്കുവിൻ, ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം ചെല്ലുവിൻ എന്നാണ്. സുവിശേഷ വേലയ്ക്ക് അല്ലെങ്കിൽ സുവിശേഷീകരണത്തിനായി നാം പോകുമ്പോൾ അവിടെ ചെയ്യേണ്ടത് പാർക്കുവാനുള്ള പട്ടണം അല്ലെങ്കിൽ പട്ടണത്തിലോ ഗ്രാമത്തിലോ ഒരു പാർക്കുവാനുള്ള ഒരു വീട് കണ്ടെത്തുക. അവിടെ യോഗ്യനാര് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഒരുപക്ഷെ ഈ യോഗ്യത എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താണ് കർത്താവിടെ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന എൻക്വയർ ഹൂ ഈസ് വർത്തി ഇൻ ഇറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ശിഷ്യന്മാർക്ക് പാർക്കുവാൻ യോഗ്യതമായ ഒരു വീട്, അത്രയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ യോഗ്യത രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശ ആചരിക്കുന്ന യോഗ്യതയല്ല ഇവിടെ പറയുന്നത്. ആ കാലഘട്ടത്തിൽ കർത്താവ് കർത്തൃമേശ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ യോഗ്യത എന്ന് പറയുന്നത് താമസ യോഗ്യത അല്ലേ? താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം, കിടക്കുവാനുള്ള ഇടം, സ്വസ്ഥമായിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, ആ ഒരു യോഗ്യതയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഒരു സ്ഥലത്ത് പോയാൽ എല്ലാ വീടുകളും നമുക്ക് പാർക്കാൻ കഴിയുകയില്ല. വളരെ കഷ്ടിച്ച് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നവരായിരിക്കാം പലർ. എന്നാൽ ചിലരെ സംബന്ധിച്ച് മറ്റു ചിലരെ കൂടെ പാർപ്പിക്കാനുള്ള സൗകര്യം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടെത്തി അവിടെ പാർക്കുവീൻ. ആ ഒരു ഭൗതികമായ യോഗ്യതയെ തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആരാണോ നിങ്ങളെ താമസിപ്പിക്കുവാൻ യോഗ്യർ, അവരെ നിങ്ങൾ കണ്ടെത്തുകയും അവിടെ നിങ്ങൾ താമസിക്കുകയും ചെയ്യുവിൻ എന്നാണ്. ഇത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്
നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരും കർത്താവിനെ സേവിക്കുന്നവരും ഈ വേലയിൽ പങ്കുള്ളവരുമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട്, സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മനസ്സുള്ളവരാകണം. ഈ പറയപ്പെട്ട യോഗ്യതയുള്ളവരായി തീരണം നമ്മൾ, അല്ലേ? നമുക്കുള്ള സാഹചര്യങ്ങളാകട്ടെ, നമുക്കുള്ള ധനമാകട്ടെ, നമുക്കുള്ള ഏത് സാഹചര്യങ്ങളുമാകട്ടെ, അവയെല്ലാം നമുക്ക് സുവിശേഷത്തിന് യോഗ്യമായ നിലയിൽ ഉപയോഗിക്കാൻ തയ്യാറായാൽ ദൈവനാമം പല നിലകളിൽ മഹത്വപ്പെടുവാനായിട്ടിടയാകും എന്നാണ്. എന്നാൽ അവിടെ തന്നെ പറയുന്നുണ്ട്, വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. അപ്പോൾ സമാധാനപരമായി താമസിച്ചുകൊണ്ട് ദൈവവേല ചെയ്യാൻ അവരൊരിടം അന്വേഷിക്കുന്നവരാണ് എന്നാണ്, അല്ലേ? അപ്പോൾ ആ നിലയിൽ നമുക്കുള്ള യോഗ്യത, നമുക്കുള്ള ഏത് സാഹചര്യങ്ങളാകട്ടെ, ദൈവനാമത്തിൻ്റെ സുവിശേഷത്തിൻ്റെ യോഗ്യമായ നിലയിൽ ഉപയോഗിക്കാൻ തയ്യാറായാൽ വളരെ അനുഗ്രഹമാണ്. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ സ്വീകരിക്കുന്നവർക്ക്, അങ്ങനെ കൊടുക്കുന്നവർക്കുള്ള അനുഗ്രഹത്തെ പറ്റി ഈ അധ്യായത്തിൻ്റെ അവസാന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർക്കായി, അങ്ങനെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കായി, ആ മനസ്സുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ഞാനും ആ നിലയിലുള്ള ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, അല്ലെ? ഈ ഒരു കെട്ടിടവും ഇതിനാർദ്ര മിനിസ്ട്രിയും ഒക്കെ അതിന് കാരണമായി തീർന്ന് ഞാൻ അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചത്, ഇനിയും അനേക സ്ഥലങ്ങളിൽ അനേകർക്ക് ഇതിന് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏത് കാര്യങ്ങളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി, യോഗ്യതയ്ക്കായി ഉപയോഗിക്കപ്പെടാനായിട്ട് ഇടയായി തീരട്ടെ. ഇനി ഈ ശിഷ്യന്മാർക്ക് ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ പാടുള്ളൂ. എന്താണ് ആ ലക്ഷ്യം? 25-ാമത്തെ വാക്യം. ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട ലക്ഷ്യം എന്താണ്? 25-ാമത്തെ വാക്യം. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, അല്ലെ? ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. എന്നിട്ട് വായിക്കുന്നു, യജമാനനോ പോലെ ആകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേത്സബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്ര അധികം. പലപ്പോഴും ഈ വാക്യം ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ വളർച്ചയെക്കുറിച്ചോ അവരുടെ ജ്ഞാനത്തെക്കുറിച്ചൊക്കെയാണിത് പറയുന്നു എന്ന് ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ 26 വായിക്കാം. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. 28, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ എന്നാണ്. എന്നിട്ട് വായിക്കുന്നു 38-ാമത്തെ വാക്യത്തിൽ, തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. 39, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. എന്താണ് യേശുക്രിസ്തു അതിലൂടെ പറയുന്നത്? ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്ന് പറഞ്ഞിട്ട് കർത്താവിനുണ്ടായ അനുഭവത്തെ അവിടെ വിശദീകരിക്കുകയാണ്. എന്നെ അവർ ബേത്സബൂൽ എന്ന് വിളിച്ചു. എന്നാൽ പിന്നത്തേതിൽ കർത്താവിന് എന്താ സംഭവിച്ചത്? ഈ യേശുക്രിസ്തുവിന് ഒരു മരണവിധി കൽപ്പിച്ചു, മരണത്തിന് വരെ യേശുവിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെപ്പോലെ ആകുക എന്ന് വെച്ചാൽ എന്നെപ്പോലെ മരണത്തിനായി നിങ്ങൾ ഏൽപ്പിക്കപ്പെടുക എന്നതാണ്. നോക്കൂ, അത് വളരെ ശരിയാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തെ നോക്കൂ. യൂദയും യോഹന്നാനും ഒഴികെ 10 ശിഷ്യന്മാരും അവർ രക്തസാക്ഷികളായവരാണ്. യോഹന്നാൻ മാത്രമാണ് ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണം അനുഭവിച്ചത്. എന്നാൽ യൂദയെ സംബന്ധിച്ച് താൻ തന്നെ തൻ്റെ ജീവനെ ഒടുക്കിക്കളഞ്ഞു. ഈ കർത്താവ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ അന്വർത്ഥമാണ്. എന്താണ്? നിങ്ങൾ ഗുരുവിനെ പോലെ ആകുന്നത് നിങ്ങൾക്ക് മതി. ഗുരുവിനെ അവർ മരിക്കുവാൻ ഏൽപ്പിക്കുകയാണ്, ക്രൂശിക്കുവാൻ ഏൽപ്പിക്കും. നന്മ ചെയ്ത് നടന്ന ആ പാലസ്തീൻ്റെ തലങ്ങും വിലങ്ങും നന്മ ചെയ്ത് അനേകരെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അനേകർക്ക് നന്മ പകർന്ന ഈ കർത്താവിനെ എന്താണ് ചെയ്തത്? അവൻ്റെ പ്രവൃത്തികളെ അവഹേളിക്കുകയും ആ കർത്താവിനെ അവർ ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കും. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ നേരിടാൻ പോകുന്ന കഷ്ടതകളെ കുറിച്ചൊക്കെ കർത്താവ് അവിടെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ സുവിശേഷ വേലയുടെ അന്ത്യം എന്ന് പറയുന്നത് ഗുരുവിനെ പോലെ ആകുക, ആ ക്രൂശെടുത്തുള്ള അനുഗമനം, ആ പിൻചെല്ലൽ ഒടുവിൽ നമ്മളെ മരണത്തിനായിട്ട് ഏൽപ്പിക്കുമെന്നാണ്. അതൊരിക്കലും ശാപകരമായ മരണമല്ല, പിന്നെയോ അത് ദൈവനാമം മഹത്വപ്പെടുന്ന ഒരു മരണമായിട്ടത് മാറുന്നു എന്നാണ്. ഇതാണ് ഒരു ശിഷ്യൻ്റെ ലക്ഷ്യമായിട്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ
കർത്താവ് തുടക്കത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം. നിങ്ങൾ ജീവനെ നേടാനല്ല പോകുന്നത്, പിന്നെയോ അനേകർക്ക് ജീവനെ കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവൻ ഈ സുവിശേഷ രണാങ്കണത്തിൽ ഒരുപക്ഷെ പൊലിയപ്പെട്ടു എന്ന് വരാം, ബലിയായി എന്ന് വരാം. അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ലക്ഷ്യമാക്കി പോകുന്ന ഈ ശിഷ്യന്മാർക്ക് യാതൊന്നിനെ ഭയക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല, അല്ലേ? യാതൊന്നിനെ ഭയക്കേണ്ടതിൻ്റെ ഭീഷണിയെ ഭയക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇനി ചിലര് ഇവിടെ ചില വീടുകൾ കൈക്കൊണ്ടില്ല എന്നും പറയുന്നുണ്ട്. ഇനി ആര് കൈക്കൊണ്ടില്ല എന്നുള്ളത് ഈ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നമുക്കാർക്കും അത് വിഷയമല്ല എന്നാണ്. എന്തുകൊണ്ടാണ്? അവർക്കറിയാം, ഞാൻ ഗുരുവിനെ പോലെ മരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്, അല്ലേ? എന്തെങ്കിലും ഇവിടെ നേട്ടത്തിന് വേണ്ടിയല്ല, കഴിയുമെങ്കിൽ എൻ്റെ ജീവനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊന്നും ഭയക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. വളരെ ഒരു പവർ, ഒരു ശക്തി, ഒരു മോട്ടിവേഷൻ ശക്തി കൊടുത്താണ് ശിഷ്യന്മാരെ കർത്താവ് അങ്ങോട്ട് അയക്കുന്നത്. ഇനി അതിൻ്റെ 40 മുതൽ 42 വരെ വാക്യങ്ങൾ ഈ ശിഷ്യന്മാരുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് 24 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഇനി അതിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇവരെ കൈക്കൊള്ളുന്നവർക്കുണ്ടാകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചാണ്. ഞാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതായിരിക്കാം. 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇവരെ കൈക്കൊള്ളുന്നവരെ ഉണ്ടാകുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് അവിടെ വായിക്കുന്നത്? നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നാണ്, അല്ലേ? അപ്പോൾ ഈ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും കൂടെ സഞ്ചരിക്കുമ്പോൾ ഇവരെ കൈക്കൊണ്ട് ഇവർക്ക് യോഗ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെ അവർക്ക് ഇരട്ടിയായ പ്രതിഫലങ്ങൾ ദൈവം നൽകുന്നുവെന്നാണ്. 42-ാമത്തെ വാക്യം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിക്കുവാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ഒരുപക്ഷെ പ്രവാചകനെ പോലെയുള്ളവരെ നമ്മൾ ചിലർ അംഗീകരിച്ചു എന്ന് വരാം. പിന്നെ വേറൊരാളെ കുറിച്ച് പറയുന്നു, വേറെ ആരാണ്? പ്രവാചകനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഒരുപക്ഷെ നിങ്ങൾ നീതിമാന്മാരെ ഒരുപക്ഷെ ആരെങ്കിലും സ്വീകരിച്ചു എന്ന് വരാം. എന്ന് ശിഷ്യനെ പോലെയുള്ള ചെറിയവരെ ഒരുപക്ഷെ ആരും സ്വീകരിച്ചു എന്ന് വരികയില്ല. എന്നാൽ അത് വളരെ എടുത്തു പറയുകയാണ്, വളരെ ഊന്നൽ കൊടുത്ത് കർത്താവ് പറയുകയാണ്. ഒരുപക്ഷെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ നീ ചെറിയവനാകാം, എന്നാൽ നിന്നെ കൈക്കൊള്ളുന്നു നിനക്കൊരു പാത്രം വെള്ളം. ശിഷ്യന് വെള്ളം മാത്രമേ ഉള്ളൂ, പക്ഷെ നീതിമാനും പ്രവാചകനും ഒരുപക്ഷെ നല്ല താമസവും ഫുഡും കൊടുത്തു എന്ന് വരാം. നീ ഒരു ചെറിയവനാണ് എന്ന് പറഞ്ഞ് ഒരു വെള്ളം എന്ത് പറയാൻ കുറ്റമില്ലാത്ത നിലയിൽ കൊടുത്തു, പക്ഷെ അതിനും കർത്താവ് പ്രതിഫലം കൊടുക്കുന്നവനാണ്, അല്ലെ? എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവവേലയ്ക്ക് നാം ചെയ്യുന്ന ഏതൊരു യോഗ്യമായ കാര്യത്തിനും കണക്ക് കൂട്ടിവെക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. തക്ക സമയത്ത് നമുക്ക് പ്രതിഫലങ്ങൾ നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ വേലയുടെ ബന്ധത്തിൽ നാം യോഗ്യമായി ചെയ്യുന്ന ഏതൊരു കാര്യവും അത് ചെറുതല്ല, ദൈവസന്നിധി വലുതാണ്. ചെറുതെന്ന് മാനുഷികമായി നമ്മൾ കാണുമ്പോൾ മനുഷ്യമുഖത്ത് അത് ചെറുതാണ് എങ്കിലും ദൈവസന്നിധിയിൽ അവൻ വലിയവനും അത് വലിയ പ്രവൃത്തിയുമാണ് എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവസാനം. അങ്ങനെയാണെങ്കിൽ ഈ വേല ചെയ്ത ശിഷ്യന്മാർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം? യോഹന്നാൻ 14-ന്റെ 1-ാമത്തെ വാക്യം, യോഹന്നാൻ 14-1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇങ്ങനെ രാപ്പകൽ അധ്വാനിക്കുന്ന സുവിശേഷ വേലയിൽ തലങ്ങും വിലങ്ങും അധ്വാനിക്കുന്നവർക്ക് ശിഷ്യന്മാരോടാ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്കൊരു വിശ്രാമം തരാനായിട്ട് പോകുകയാണ്, അല്ലെ? ഭവനം എന്തിനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഭവനം കാണിക്കുന്നത് വിശ്രമത്തെയും സുഖത്തെയുമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഭവനം തരാനായിട്ട് പോകുകയാണ്. ഈ ഭൂമി നിങ്ങളുടെ ഭവനമല്ല, ഇത് ശാശ്വതമല്ല, ഇത് താൽക്കാലികമാണ്. ഇവിടെ നിങ്ങൾ അധ്വാനിക്കണം, ഇവിടെ നിങ്ങൾ രാപ്പകൽ അധ്വാനിക്കണം, ഒരു നിമിഷം പോലും പാഴാക്കാതെ കൊണ്ട് നിങ്ങൾ വളരെ കൃത്യതയോട് അധ്വാനിക്കണം. അധ്വാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വിശ്രാമം നൽകാനായിട്ട് പോവുകയാണ്. അവിടെ വായിക്കുന്നത്, നിങ്ങളെ ഇരുത്തേണ്ടതിന് ആരാണ് ഇരിക്കുന്നത്? ജോലി ചെയ്ത്
ജോലി നല്ലവണ്ണം അധ്വാനിക്കുന്നവരാണ് ഇരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ മഹാപുരോഹിതനാണ്. തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചിട്ട് അവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നുവെന്നാണ്. പഴയ നിയമകാലത്തിൽ ഒരു പുരോഹിതനും ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ ഏലി സ്റ്റൂളിൻ്റെ മേലിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഭവനമൊരുക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ വിശ്രാമം നൽകാൻ പോകുകയാണ്. നന്നായി അധ്വാനിക്കുന്ന, നന്നായി വേല ചെയ്യുന്ന, അറിഞ്ഞ് മനസ്സിലാക്കി വേല ചെയ്യുന്നവർക്ക് ശരിയായ വിശ്രമം നൽകാൻ പോകുന്നു എന്നാണ്. അവർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ നിലകളിലും നാം ദൈവവേലയെ സംബന്ധിച്ച് ഉത്സുകരാകാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ ഈ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗം മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നും 10-ാം അധ്യായത്തിൽ നിന്നുമാണ് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. സുവിശേഷ വേലയ്ക്ക് നമ്മൾ ഉത്സുകരായി തീരാനായിട്ട് ഇടയാകണം. ഈ ഭാരം നമ്മളെ ഭരിക്കാനിടയാകണം. നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൻ്റെ അപജയത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുവാനിടയാകണം. അവിശ്വാസികളുടെ കാര്യം മാത്രമല്ല, വിശ്വാസഗോളത്തിൽ തന്നെയും അപജയവും അതുപോലെ തന്നെ നിലവാര തകർച്ചയും സംഭവിച്ചുകൊണ്ട് വളരെ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് നമുക്ക് യാചിക്കാം. ചില പേരക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. എന്നാൽ കഴിയുന്ന യോഗ്യമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനിടയാകട്ടെ. നമുക്ക് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കാം. അനേകരെ കർത്താവുകളിലേക്ക് നേടാനിടയാകട്ടെ. ഇത് കൊയ്ത്തിൻ്റെ കാലമാണ്. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. കർത്താവ് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാണ്, അതിന് യാതൊരു സംശയമില്ല. ഈ കൊയ്ത്തിൻ്റെ കാലഘട്ടത്തിൽ നാം ഉറങ്ങാതെ, അലസരായിരിക്കാതെ, നാം നമ്മുടെ കാര്യങ്ങൾ ഏർപ്പെടാതെ വണ്ണം ഈ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഏർപ്പെടാനിടയാകട്ടെ. ഇറങ്ങിച്ചെല്ലുവാൻ, നമ്മുടെ ഭവനങ്ങൾ വിട്ട് ഇറങ്ങിച്ചെന്ന് രോഗികളെ, കുഷ്ഠരോഗികളെ കണ്ട് അവർക്ക് ആശ്വാസം പകരാൻ, ഈ ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചിരിക്കുന്നത് പ്രസംഗിക്കുവാൻ നമ്മളിടയാകട്ടെ. പട്ടണമെന്നോ ഗ്രാമങ്ങളൊന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഗുരുവിനെ പോലെ ആയിത്തീരുക, അവന് വേണ്ടി നമ്മുടെ ജീവിതം വെച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഈ സുവിശേഷ വേലയിൽ നാം ഏർപ്പെടുമ്പോൾ നമുക്ക് യോഗ്യമായത് ചെയ്യുന്നവർക്ക് നല്ല പ്രതിഫലങ്ങൾ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരുപക്ഷെ നമ്മളെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരുണ്ടാകാം, എങ്കിലും അവിടെയും പതറാതെ നിൽക്കുവാൻ ഈ കർത്താവിൻ്റെ വാക്കുകൾ ഇടയായി തീരട്ടെ, പ്രചോദനമായി തീരട്ടെ. ശ്രദ്ധിച്ചുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കമാകിയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലെ വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ. വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. പലപ്പോഴും നാം ചിന്തിക്കാത്ത, അത്ര ഗൗരവമായിട്ട് എടുക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനും പ്രിയ ജോൺസി ബ്രദറും കൂടെ ഭവന സന്ദർശനത്തിനായിട്ട് പോയപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഭവനത്തിൽ ഞങ്ങളെ ടീച്ചർ ക്ഷണിച്ചു. അവരൊരു കത്തോലിക്ക സഭയിലാണ് പോകുന്നത്. ഞങ്ങൾ വിചാരിച്ചു അല്പം അറിവൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചു. പല കാര്യങ്ങൾ സംസാരിച്ചു. ബൈബിള് വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, കർത്താവിനെക്കുറിച്ച് അറിയാം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഒടുവിൽ ചോദിച്ചു, എന്താണ് രക്ഷയെക്കുറിച്ചുള്ള എന്താണ് അഭിപ്രായം, രക്ഷിക്കപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സൽപ്രവർത്തികളിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം വളരെ വിദ്യാഭ്യാസമുണ്ട്, എല്ലാ അറിവുമുണ്ട്, ബൈബിൾ വായിക്കുന്ന ആളാണ്. ഇത്രത്തോളം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ദിവസവും പല ചാനലിലൂടെയും സുവിശേഷം ഒക്കെ അറിയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ അന്ധതയിൽ കിടക്കുകയാണ്. അത് ശരിയായ സുവിശേഷം എന്താണെന്ന് അറിയാതെ അന്ധതയിൽ കിടക്കുന്ന ഒരു ജനത, അതും ദൂരെ എവിടെയുമല്ല, നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അത് വീണ്ടും ഈ സത്യമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അപ്പോൾ സാത്താൻ പലരുടെയും കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആളുകൾ പലരും ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പോൾ ആ വിഷയം നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ആളുകൾ പ്രവർത്തിക്കണം. നമുക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. കൊയ്ത്തിൻ്റെ യജമാനോട് നമ്മൾ യാചിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ അയക്കേണ്ടതിന് യാചിക്കണം. സുവിശേഷം എത്തപ്പെടുവാൻ യാചിക്കണം. ആളുകൾ അന്ധതയിൽ കിടക്കുകയാണ്. വളരെ ഗൗരവത്തോടെ നമുക്ക് ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ പ്രിയ ജോൺ ഷിപ്പറിനുള്ള നന്ദിയെ അറിയിക്കും. ദൈവം ധാരാളമായിട്ട്
കുടുംബമായിട്ട് പ്രിയ സഹോദരനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരുന്ന ആളുകളിലും ധാരാളമായിട്ട് ശുശ്രൂഷകൾ ചെയ്യാനുള്ള കൃപകൾ ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സന്തോഷ് ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പേർക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ആളുകളിലും കടന്നു വന്ന് സഹകരിക്കുകയും ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ബാലസുബ്രഹ്മണ്യം ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാണ്. അതിനായിട്ട് പ്രിയ സഹോദരനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുവചനത്തിൻ്റെ മുമ്പിലിരിപ്പാൻ ഞങ്ങൾക്ക് ഈ വൈകിയ സമയത്ത് കർത്താവ് കൃപ നൽകി. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വിളഞ്ഞിരിക്കുന്ന വയലുകളിൽ വേലക്കാരോ ചുരുക്കം എന്നുള്ള ദൈവാത്മാവിൻ്റെ പ്രബോധനം ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടിരിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ഞങ്ങളുടെ ചിന്തകളെ മാറ്റുന്നതും ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യതിയാനം വരുത്തുന്നതൊക്കെ ആയിത്തീർന്നുവാൻ സഹായിക്കണമേ. ദൈവവചനത്തിൻ്റെ ശക്തിയെ അറിഞ്ഞവരായിട്ട് ഞങ്ങളിവിടുന്ന് കടന്നു പോകുവാൻ ഞങ്ങളിടയാക്കി തീർക്കണം. നിൻ്റെ ദേവദാസനെ തിരുവഴുത്തിൻ്റെ എല്ലാ അധികാരത്തോടും കൂടെ ഇവിടെ അയക്കുകയും ഞങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടന്നു വരുവാൻ ഞങ്ങൾക്കൊന്നിച്ച് ഇത് കേൾക്കുവാൻ സഹായിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മേഖലയിലും കർത്താവ് കൂടെ ഇരുന്നതിനായിട്ട് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ കേട്ട വചനത്തിൻ്റെ സന്തോഷത്തിലും അതിനോടുള്ള അനുകൂലമായ പ്രതികരണത്തിലും ഞങ്ങളിവിടെ തിരികെ പോകുവാൻ ഇടയാക്കി തീർക്കണം. കൂട്ടിവരുത്തിയ എല്ലാവരെയും കർത്താവിൻ്റെ ദൃശ്യനെ തരുന്നു. ഞങ്ങളിപ്പോൾ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പൊഴിയണം. കുറവുകളെ ക്ഷമിക്കണം. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.